നമസ്കാരം. ചിലരുടെ ഹിമാലയൻ വങ്കത്തരം നമ്മുടെ ഹിമാലയൻ വരുമാനമാക്കി മാറ്റണം. അങ്ങനെയാണ് നമ്മൾ വാശി കാണിക്കേണ്ടത്. ശരി, കമന്ററി ആരംഭിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ഐറിനയുടെ ഏറ്റവും ഒടുവിലത്തെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. ഇന്നലെ എന്താണ്, ഒരു കാശിന് കൊള്ളാത്തൊരു പോർട്ട് ഈ നാടിന് ഏറ്റവും ഉപദ്രവകരമായി എൻവയോൺമെന്റൽ ഡിസാസ്റ്ററായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപത്തിന് ഇനിയുള്ള ദിവസങ്ങളിലാണ്. നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്റെ പ്രവർത്തനം. എന്നാൽ പോലും കാണിച്ചു കൊടുക്കണം നമ്മൾ എന്താണ് ഈ ഹിമാലയൻ വങ്കത്തരത്തിൽ നിന്ന് നാട്ടുകാർ നേടിയെടുക്കാൻ പോകുന്ന സാധ്യതകൾ. അതിന് രണ്ട് സാധ്യതകളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. എപ്പോഴും എൽസാത്രിയും വിമർശനവും മാത്രമല്ല, പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണേണ്ടതുണ്ട് എന്നുള്ളിടത്താണ്. കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറേഴ്സ് ടു സീക്ക് നോട്ട് ഫോർ ഇമ്പോർട്ട് ഓഫ് കോക്കനട്ട് ആൻഡ് കൊപ്ര. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഉൽപ്പന്നമാണല്ലോ തെങ്ങും തേങ്ങയും കൊപ്രയും ഒക്കെ. അതിപ്പോ നാട്ടിൽ കുറവാണ്, ഡിമാൻഡിനനുസരിച്ച് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് ആ രംഗത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നവര് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ് കൊപ്രയും കോക്കനട്ടും ഒക്കെ ഇറക്കുമതി ചെയ്യാൻ. നമ്മുടെ സാധ്യത എന്താണ്? ലോകം മുഴുവൻ ഏറ്റവും കുറഞ്ഞ നമ്മൾ പറയുന്നത് 30 ലക്ഷം NRKs ഉണ്ടെന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തേങ്ങയും കൊപ്രയും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടാക്കി തരാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ഒരു അവസരമാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഓയിൽ മാനുഫാക്ചറേഴ്സുമായിട്ട് നമുക്ക് കരാറുണ്ടാക്കാം. ഞങ്ങൾ ഇന്ന രാജ്യത്ത്, പ്രധാനമായിട്ടും ഇത് വരാൻ സാധ്യതയുള്ളത് ഇന്തോനേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ദൂരവും താരതമ്യേന കുറവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കരാറിൽ ബിസിനസ്സിൽ ഏർപ്പെടാൻ പറ്റിയാൽ ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, നമ്മുടെ ഹിമാലയൻ മിസ്റ്റേക്ക്. ആ ഹിമാലയൻ മിസ്റ്റേക്ക് നമുക്ക് തിരുത്തി കാണിച്ചു കൊടുക്കാൻ പറ്റും. കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറർ സീക്കിംഗ് ഗവൺമെന്റ് നോഡ്. ഇപ്പൊ അതിനുവേണ്ടി ഗവൺമെന്റിനോട് അവർ സമീപിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് അനുമതി വേണം ഇത് ഇറക്കുമതി ചെയ്യാൻ. അപ്പോ ഒന്നാമത്തെ സാധ്യത അതാണെങ്കിൽ, രണ്ടാമത്തത് കുറച്ചുകൂടെ വലുതാണ്. നമുക്ക് അത്ര പെട്ടെന്ന് കൈവയ്ക്കാൻ പറ്റാത്ത മേഖലയാണ്. കാരണം നമുക്ക് അധികം അറിയില്ല. അങ്ങനെയുള്ള ഒരു മേഖലയുടെ സാധ്യതയാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഇവിടെയും നമ്മുടെ ഏറ്റവും വലിയ ആസ്തി നമ്മുടെ ഈ 30 ലക്ഷം NRK ബന്ധങ്ങൾ തന്നെയാണ്. NMDC ഐസ് എക്വിസിഷൻസ്. NMDC എന്ന് പറഞ്ഞാൽ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NMDC ഐസ് എക്വിസിഷൻസ് ഇൻ ലിത്തിയം, കോപ്പർ, ക്രിട്ടിക്കൽ മിനറൽസ്, top zone in Australia and Indonesia for coking coal assets. കൽക്കരി വൻകിട വലിയ മുതലാളിമാരുടെ വിഷയമാണ്. അല്ലാതെയും ചില സാധ്യതകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ബന്ധപ്പെടുത്തി കൊടുത്താൽ മതി. നമുക്കിതിനകത്ത് നേരിട്ട് നമ്മൾ പണം ഇറക്കി ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഗവൺമെന്റ് അത്രയധികം ക്യാപിറ്റൽ ഇതിനു വേണ്ടി കരുതി വെക്കുന്നുണ്ട്. എന്തായാലും 10 മെറ്റൽസ് ആണ്, 10 മെറ്റൽസും മിനറൽസുമാണ് ഈ ഇനത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. NMDC is eyeing acquisitions across 10 mineral assets abroad. വിദേശത്ത് 10 മിനറൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ബ്ലോക്കുകൾ സ്വന്തമാക്കാൻ കരാർ അടിസ്ഥാനത്തിൽ പാട്ട വ്യവസ്ഥയിൽ 1 വർഷം, 2 വർഷം, 10 വർഷം, 25 വർഷം നമ്മുടെ തുറമുഖം കൊടുത്തിരിക്കുന്നത് പോലെ 10-40 വർഷത്തേക്ക് ആ പ്രദേശത്ത് നിന്നുള്ള റോ മെറ്റീരിയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുക എന്നുള്ള ചുമതലയാണ് NMDC നിർവഹിക്കാൻ പോകുന്നത്. NMDC is eyeing acquisitions across 10 mineral assets abroad. These include coking coal, നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നും കൽക്കരി കൊണ്ടുവരുന്ന പ്രക്രിയ. ആൻഡ് 9 other critical minerals. ഇതാണ് നമുക്ക് താല്പര്യമുള്ള മേഖല. And 9 other critical minerals like lithium, copper, cobalt, nickel, bauxite, gold, among others.
ഇങ്ങനെയുള്ള 10 മെറ്റൽസ് ആൻഡ് മിനറൽസ് കൂടി 9 കൂടി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന് ഏകദേശം 70,000 കോടി രൂപയാണ് അവര് നീക്കിവെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല, അതിന് വകയിരുത്തിയിരിക്കുന്നത് 70,000 കോടി രൂപ. അപ്പൊ അത്രയ്ക്ക് അതിന് തുല്യമായ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ, ഒന്ന്, ഈ ഇറക്കുമതിയിൽ നമുക്ക് പങ്കാളികളാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. 2, ഇത് കൊണ്ടുവരുന്ന കപ്പൽ, കണ്ടെയ്നറുകളാണെങ്കിൽ കണ്ടെയ്നറുകൾ പലതും ബൾക്കായിരിക്കാം. പക്ഷെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ലിക്വിഡ് പോലും കണ്ടെയ്നറിൽ വരുന്നതാണല്ലോ നമ്മുടെ എൽസാത്രി നമ്മളോട് പറയുന്ന ചരിത്രം. അപ്പൊ അങ്ങനെ ഇത്രയും സാധനങ്ങൾ വരുന്നതിന്റെ ഏതെങ്കിലും വിധത്തിൽ ചെറിയ ഒരു 100% പങ്ക് പറ്റിയാൽ തന്നെ അതൊരു വലിയ വരുമാനമായി നമുക്ക് കരുതാവുന്നതാണ്, മാറ്റാവുന്നതാണ്. ഇതിന് ഇന്ന് മുതൽ പലരും തുടങ്ങിയിട്ടുണ്ടാവും. സേലിംഗമ്പറ്റിയുടെ പ്രേക്ഷകർ അവരുടെ ബന്ധങ്ങൾ അന്വേഷിക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാത്രം ആവശ്യമാണ്. ഇതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും ഇതൊക്കെ ആവശ്യമുണ്ട്. സേലിംഗമ്പറ്റ് ഇതിനകം തന്നെ ഒരു സുഹൃത്ത് ബന്ധപ്പെട്ടിട്ട് ഞാൻ രാജ്യവും മെറ്റലും ഒന്നും പറയുന്നില്ല, ഇന്ന് വരെ നമ്മുടെ തുറമുഖത്ത് വരാത്ത ഒരു പോർട്ടിൽ നിന്ന് ഈ പറയുന്ന ഇനത്തിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് അദ്ദേഹം എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങനെ കേവലം ഒരു മലയാളിയായ ആൾക്ക് ഇത് പറ്റുമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് പറ്റേണ്ടതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത് കേട്ട് ഈ ചെവിയിൽ കൂടെ കേട്ട് ഇതിലെ അങ്ങ് വിടുകയാണ്. അതിനുവേണ്ടി ഒരു അല്പം എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പരാജയം നമ്മളെ കൂടെ സഞ്ചരിക്കുന്നത്. ഇനി അത് മാറ്റണം നമ്മൾ. നമ്മുടെ തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങിയതിലൂടെ നമുക്ക് കിട്ടിയ മറ്റൊരു നേട്ടമെന്ന് പറയുന്നത് തൊട്ടടുത്ത ആഫ്രിക്കയിൽ ഏതൊക്കെ പോർട്ടുകളുണ്ട്, ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് നമ്മുടെ തുറമുഖം ബന്ധപ്പെടുന്നത്, കിഴക്കും പടിഞ്ഞാറും ഇപ്പൊ എണ്ണിയെടുക്കാവുന്ന തരത്തിൽ നമുക്ക് പോർട്ടുകൾ അറിയാം. മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പോവുകയോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയോ ചെയ്യുന്ന പോർട്ടുകൾ. ആഫ്രിക്ക ഒരു വലിയ സാധ്യതയായിട്ടാണ് NMDC കാണുന്നത്. ദ കമ്പനി ഈസ് ഓൾസോ എക്സ്പ്ലോറിംഗ് ക്രിട്ടിക്കൽ മിനറൽ ബ്ലോക്ക് അക്വിസിഷൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭൂമി തന്നെ പാട്ടവ്യവസ്ഥയിൽ ഏറ്റെടുക്കാൻ NMDC ആഗ്രഹിക്കുന്നുണ്ട്. ഇൻ ആഫ്രിക്കയിൽ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആൻഡ് ഓഫീസസ് ഹാവ് ബീൻ ഓപ്പൺഡ് ഇൻ ദുബായ് ടു ഫെസിലിറ്റേറ്റ് ദീസ് അക്വിസിഷൻസ്. ദുബായില് സർക്കാരിന്റെ ഓഫീസ് ഇതിനു വേണ്ടി തുറന്നു കഴിഞ്ഞു. എന്തിനാണ്? ഈ നെഗോസിയേഷൻസ് പൂർത്തിയാക്കാനും ഈ അക്വിസിഷൻസ് നടപ്പാക്കാനും. അപ്പോ നമുക്ക് തുറമുഖം വന്ന സാഹചര്യത്തിൽ, തുറമുഖമില്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയില്ല, വായിക്കില്ല, പഠിക്കില്ല, നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇന്നലെ വരെ നമ്മുടെ വിഷയമല്ലാതിരുന്നത് ഇനി മുതൽ നമ്മുടെ വിഷയമാണ്. നമുക്കതിനൊരു വലിയ സാധ്യതയുണ്ട്. ആ സാധ്യത ബോധപൂർവ്വം ഇപ്പൊ തന്നെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ നിന്ന് സേലിംഗമ്പറ്റിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയല്ല, ഇതിനു മുമ്പ് തന്നെ. അപ്പൊ ആ ബന്ധങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ തീരുമാനവുമായി സഹകരിച്ചാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം.